ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എപ്പോഴും സംസ്ഥാനത്തിന് മുന്നിൽ ഒരു കീറാമുട്ടിയാണ്. നമ്മൾ PM ശ്രീ പോലെ തന്നെ PMAY പദ്ധതിയാണ് അടുത്ത കീറാമുട്ടിയാവുന്നത്. അതൊരു നഗര ഭവന പദ്ധതിയാണ് അല്ലെ, നഗരത്തിൽ ഭവനം വെച്ചു കൊടുക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. PMAY പദ്ധതി പ്രകാരം വീട് വെക്കാൻ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. PM ശ്രീയിൽ പക്ഷേ CPI വരെ അറിയിക്കാതെ കേരളം ഒപ്പുവെച്ചെങ്കിൽ കൂടിയും ഈ പദ്ധതിയിൽ ഇതുവരെ ഇതുവരെ ഒപ്പുവെച്ചിട്ടില്ല. വലിയ തിരിച്ചടിയായിട്ടുണ്ട്. വീട് കാത്തിരിക്കുന്ന ആളുകൾക്കാണ് പ്രത്യേകിച്ച് കേരള സർക്കാരിന്റെ ഈ തീരുമാനം തിരിച്ചടിയാകുന്നത്. അപ്പോൾ ആ പദ്ധതി നിലവിൽ കേരളത്തിൽ അവതാളത്തിലാണ്. ആ റിപ്പോർട്ട് ഒന്ന് കണ്ടുവരാം. എല്ലാവർക്കും ഭവനം എന്ന ലക്ഷ്യത്തോടെ 2015 കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച PMAY നഗരം ഭവന പദ്ധതി സംസ്ഥാന സർക്കാരുകളുടെയും നഗരസഭകളുടെയും സഹകരണത്തോടെയാണ് നടപ്പാക്കുന്നത്. 2024 സെപ്റ്റംബറിലാണ് ഇതിന്റെ രണ്ടാം ഘട്ടം 2.0 കേന്ദ്രം പ്രഖ്യാപിച്ചത്. പദ്ധതിക്കായി സംസ്ഥാനം DPR തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കേണ്ടതുണ്ട്. എന്നാൽ സംസ്ഥാന സർക്കാർ DPR തയ്യാറാക്കിയിട്ടില്ല. തദ്ദേശ വകുപ്പ് ഈ വിഷയം ചർച്ച ചെയ്തെങ്കിലും ഒപ്പുവെച്ചില്ല. സംസ്ഥാന സർക്കാരിന്റെ കടുത്ത അനാസ്ഥ കാരണം ഈ പദ്ധതി ഇപ്പോൾ ധാരണാപത്രത്തിൽ ഒപ്പുവെക്കാത്തതുകൊണ്ട് സംസ്ഥാനത്ത് തന്നെ 56 ലക്ഷത്തോളം ആളുകൾ വീടിന് വേണ്ടി അപേക്ഷ നൽകാൻ കാത്തിരിക്കണം. ഇതിങ്ങനെ പെർമിഷൻ ആയാലേ അപേക്ഷ സ്വീകരിക്കുള്ളൂ. അപ്പം എല്ലാം തയ്യാറായി നിൽക്കുന്ന 56 ലക്ഷത്തോളം ആളുകളുണ്ടെന്നാണ് നമുക്കിടുന്ന കണക്ക്. അപ്പോൾ ഇത് അന്വേഷിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്നത് വീടുകളിൽ PMAY പദ്ധതിയുടെ ലോഗോ പതിക്കണമെന്ന നിർദ്ദേശവും സംസ്ഥാനത്തിന്റെ വിഹിതം വർദ്ധിപ്പിച്ചതുമാണ് ഒപ്പുവെക്കാത്തതിന് കാരണമെന്നാണ് P. ഉബൈദുള്ള MLA ചോദ്യത്തിന് സർക്കാർ നിയമസഭയിൽ നൽകിയ മറുപടി. പദ്ധതി വഴിമുട്ടിയതോടെ നിരവധി പേരുടെ വീടെന്ന സ്വപ്നമാണ് പാതി വഴിയിൽ അവസാനിക്കുന്നത്. ഞാൻ PMAY പദ്ധതി പ്രകാരം വീട് വെച്ചൊരു വ്യക്തിയാണ്. നമ്മൾ സാധാരണ ഒരു കൂലിപ്പണിക്കാരനാണ്. ഈ പദ്ധതി പ്രകാരം പണം കിട്ടിയതുകൊണ്ട് സ്ഥലവും വീടും ഒന്നിച്ച് വെക്കാൻ കഴിഞ്ഞു. ഇതുപോലെ നമ്മളെ പോലെ കുറെ പാവങ്ങൾ ഇനി സ്ഥലം എടുത്ത് കാത്തിരിക്കുന്ന ആളുകളുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുക, മറ്റു ഗവൺമെന്റ് കൊടുക്കുകയാണെങ്കിലും അത് കൊടുത്തെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടൊരു സാമ്പത്തികം നമുക്കില്ല. നമുക്ക് കൂലിപ്പണിക്കാരനാണ്. പിന്നെ എല്ലാ 7 സെന്റ് സ്ഥലവും ഈ ഭൂമിയുള്ളൂ. ഞാനിപ്പോ മുനിസിപ്പാലിറ്റിന്റെ ഇതിൽ ഒരു വീടിന് അപേക്ഷിക്കാനുള്ളതാണ്. ഇപ്പോഴാണ് എന്റെ പേരിൽ 5 സെന്റ് സ്ഥലമൊക്കെ ആയത്. അപ്പോൾ ഈ തരന്റെ പദ്ധതി ഇപ്പൊ ഇല്ല എന്നാണ് നിലവിൽ കേട്ടത്. ഈ പദ്ധതി വീണ്ടും പുനരാവിഷ്കരിക്കണം, അതാണ് ആവശ്യം. പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1, മലപ്പുറം. ജംഷീർ കൊടിഞ്ഞ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകും. ജംഷീർ, അറിയേണ്ടത് എന്തുകൊണ്ടാണ് ഈ പദ്ധതിയിൽ കേരളം ഒപ്പുവെക്കാത്തത്? എന്തുകൊണ്ടാണ് ഇത് അവതാളത്തിലാകുന്നത്? ഇപ്പൊ മലപ്പുറത്ത് മാത്രമല്ല, കേരളത്തിലെമ്പാടും എത്ര കണ്ട ആളുകൾ ഈ പദ്ധതിയിൽ ഒപ്പുവെക്കാത്തത് കൊണ്ട് ദുരിതത്തിലായിട്ടുണ്ട്, പ്രതിസന്ധിയിലായിട്ടുണ്ട്? സൈഫോൻ ജിൽസി, ഈ കേരളത്തിൽ ഏതാണ്ട് 50 ലക്ഷത്തിലധികം ആളുകൾ ഈ വീടുമായി ബന്ധപ്പെട്ട് കേരള സംസ്ഥാനത്തുടനീളം ഈ വീടിന് അപേക്ഷിക്കാനായി ഉണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവരുടെ എല്ലാം തന്നെ വീടെന്ന സ്വപ്നം അവതാളത്തിലാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ളതാണ്. ഈ പദ്ധതിയിൽ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ആണെങ്കിൽ പോലും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും നഗരസഭകളും ചേർന്നാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. കേന്ദ്ര സർക്കാർ ആദ്യഘട്ടത്തിൽ, അത് 2015 ഈ പദ്ധതി നടപ്പാക്കുന്നത്. അന്ന് ആദ്യഘട്ടത്തിൽ 1.5 ലക്ഷം രൂപ കേന്ദ്ര സർക്കാരും 50,000 സംസ്ഥാന സർക്കാരും 2 ലക്ഷം രൂപ നഗരസഭയുമായി നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ഈ പുതിയ പദ്ധതി പ്രകാരം, അതായത് 2024 സെപ്റ്റംബറിൽ ആണ് പുതിയ രണ്ടാം ഘട്ടം 2.0 കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നത്. അതിൽ കേന്ദ്രം നൽകുന്ന 1.5 ലക്ഷം നൽകും, സംസ്ഥാന സർക്കാരിന്റെ 50,000 എന്നുള്ളത് 1 ലക്ഷമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നഗരസഭകളുടെ 2 ലക്ഷം എന്നുള്ളത് 1.5 ചുരുങ്ങിയിട്ടുമുണ്ട്. അത്തരത്തിലുള്ളൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഈ കരാറിൽ ഒപ്പുവെക്കാതിരിക്കാനായി സർക്കാർ പറയുന്ന പ്രധാന കാരണം P. ഉബൈദുള്ള MLA നിയമസഭയിൽ ചോദ്യത്തിന് ലഭിച്ച മറുപടി എന്ന് പറയുന്നത് ഈ പദ്ധതിയുടെ ലോഗോ ഈ വീടുകളിൽ വെക്കുന്നത് അനുവദിക്കാനാകില്ല എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരും ഒക്കെ നഗരസഭകളും നൽകുന്ന ഒരു ഫണ്ട് ആയതുകൊണ്ട് തന്നെ ഈ വീടുകൾ, ഈ പദ്ധതിയുടെ ലോഗോ വീടുകളിൽ വെക്കുന്നത് അനുവദിക്കാനാകില്ല. അതോടൊപ്പം തന്നെ ഈ സംസ്ഥാനത്തിന്റെ വിഹിതം വർദ്ധിപ്പിച്ചതും അനുവദിക്കാനാകില്ല എന്നുള്ള ഒരു സമീപനമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മറുപടിയാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത്. പക്ഷെ നമുക്കറിയാം, ഈ ഇത്തരം വീടുകളുടെയൊക്കെ ലോഗോ എന്ന് പറയുന്നത് ആ ഒരു വീടിന്റെ ഫണ്ട് പാസ്സാകുന്നതുമായി ബന്ധപ്പെട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമൊക്കെയാണ് ഇത്തരത്തിലുള്ള ലോഗോ വെക്കുന്നത്. അതൊരു കൃത്യമായ ന്യായീകരണമാണോ എന്ന് നമ്മൾ ചോദിച്ചാൽ അങ്ങനെ ഒരു ന്യായീകരണമായി നമുക്ക്
കാണാൻ കഴിയില്ല. മാത്രമല്ല ഈ EMS ഭവന പദ്ധതി ഉൾപ്പെടെയുള്ള പല പദ്ധതികളും ഇത്തരത്തിലുള്ള പേരുകളൊക്കെ നേരത്തെ വെച്ചിട്ടുള്ളതാണ്. മാത്രമല്ല അതൊക്കെ ആ ഒരു സമയത്ത് വീട്ടിൽ താമസം തുടങ്ങി കഴിഞ്ഞാൽ മാറ്റാവുന്ന ഒരു സംഭവം കൂടിയാണ്. ഏതായാലും ഈ ഒരു കാരണമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഭവന പദ്ധതിയിലേക്ക് ഒപ്പുവെക്കാൻ സർക്കാർ ശ്രമിക്കാത്തതെന്നുള്ള മറുപടിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നൽകുന്നത്. അതേസമയം തന്നെ കേന്ദ്രം പറയുന്നത് കേരളം മാത്രമാണ് ഈ പദ്ധതിയിൽ ഒപ്പുവെക്കാത്തത് എന്നുള്ള ഒരു വിശദീകരണമാണ് കേന്ദ്രം നൽകുന്നത്. ശശി തരൂർ MP നൽകിയ മറുപടിയിലാണ് ഇത്തരത്തിൽ ലോക്സഭയിൽ നൽകിയ മറുപടിയിലാണ് ഇത്തരത്തിൽ കേന്ദ്രം പറയുന്നത്. അതായത് സംസ്ഥാന സർക്കാർ മാത്രമാണ് ഈ പദ്ധതിയിൽ ഒപ്പുവെക്കാത്തത്. നേരത്തെ ഉണ്ടായിരുന്ന പദ്ധതി തന്നെയാണ്, അതിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അപ്പൊ എന്തുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിൽ പദ്ധതിയിൽ ഒപ്പുവെക്കാത്തത് എന്നുള്ള ഒരു ചോദ്യം കേന്ദ്രം ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഈ ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന, സാധാരണക്കാരെ ബാധിക്കുന്ന ഒരു പദ്ധതിയാണ്. 4 ലക്ഷം രൂപയാണ് ഇത് വീട് വെക്കാൻ കിട്ടുന്നത്. മാത്രമല്ല ഈ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ഈ പദ്ധതി പ്രകാരം തന്നെ ബാങ്കുകളിൽ നിന്ന് സബ്സിഡി ഇനത്തിൽ ലോണും ലഭിക്കുന്നുണ്ട്. ഏതാണ്ട് 6 ലക്ഷത്തോളം രൂപ ലോൺ ലഭിക്കും. 2000 രൂപ സബ്സിഡിയാണ്. ബാക്കി തുക 20 വർഷത്തിനിടയിൽ പതിയെ അടച്ചു തീർത്താൽ മതി. അങ്ങനെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, നഗരങ്ങളിൽ താമസിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം